സിൻഡ്രല്ലയുടെ ഡ്രസ്സാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഒരു A4 ഷീറ്റ് നമുക്ക് എടുക്കുക. എന്നിട്ട് അതിനെ സ്ക്വയറാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അവിടെ ഗമ്മൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു A4 സൈസിൻ്റെ അതിൽ നിന്ന് ഒരു സ്ക്വയർ ഷീറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 4 ഭാഗവും മടക്കിയെടുക്കുക. 4 ഭാഗവും ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഭാഗം മടക്കിയെടുക്കുകയാണ് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഷേപ്പ് ഇത് തന്നെ എടുക്കണം. ഈ ഭാഗവും ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നടുക്ക് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. നാല് ഭാഗവും ഇങ്ങനെ 4 ഭാഗം മടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഈ കൂർത്ത ഭാഗം ഒന്ന് അകത്തോട്ട് മടക്കാം. ഇങ്ങനെയാണ് അകത്തോട്ട് മടക്കാം. വീണ്ടും ഈ ഭാഗം ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് വേണം ആ ഭാഗം മടക്കി എളുപ്പം മടക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു സ്ക്വയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നടുക്ക് വെച്ച് മടക്കി കൊടുക്കാം. ഈ സൈഡും മടക്കി കൊടുക്കണം. ഈ സൈഡും മടക്കി കൊടുക്കണം. ഈ സൈഡും മടക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കണം. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അകത്തോട്ട് ഈ പൂർണ്ണ ഭാഗങ്ങൾ ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കണം. ഓരോ ഭാഗവും 4 ഭാഗം പൂർണ്ണ ഭാഗമുണ്ട്. 4 ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഭാഗവും നമ്മളൊന്ന് അകത്തോട്ട് മടക്കും. എനിക്ക് ആദ്യം നമ്മൾ മടക്കിയതുപോലെ നേരെ ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ ഓരോ ഭാഗവും നമ്മളിങ്ങനെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചു. വീണ്ടും ഈ ഭാഗം ഒന്ന് ചേർത്ത് വെച്ചു. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ത്രികോണാകൃതിയിൽ എടുത്തിട്ട് നമുക്ക് ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണാം. കുറച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്. ഇതെന്നാൽ നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ ഒരു ബ്ലൂ കളറിലുള്ളത് ബ്ലൗസിനുള്ളൊരു ഭാഗം നമുക്ക് കുറച്ച് ഭാഗം മതി. അതുകൊണ്ട് ഈ കുറച്ച് 3 ഭാഗത്തിൽ A4 സൈസിലെ 3 ഭാഗത്തിൽ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഭാഗം മാത്രം മതി. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇതിന് ഒന്ന് സ്ക്വയറാക്കി കൊടുക്കണം. ആ സ്ക്വയർ ഭാഗം മാത്രം നമ്മൾ
കട്ട് ചെയ്തെടുക്കുക. ബാക്കി ഭാഗം മാറ്റി വയ്ക്കുക. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മടക്കിയാൽ ഒരു നീളം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് താഴോട്ട് മടക്കണം. ഈ കൂർത്ത ഭാഗം മുകളിൽ വെച്ചിട്ട് തിരിച്ച് താഴോട്ട് മടക്കണം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. വീണ്ടും ഈ സൈഡും അതേപോലെ നമുക്ക് മടക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ കൂർത്ത ഭാഗം എടുത്ത് ഇങ്ങോട്ട് മടക്കണം. ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ട് മടക്കാം. രണ്ടും ഒരേ ഭാഗത്താവണം. ബ്ലൗസിൻ്റെ ഭാഗമാണ്. നമുക്കിതൊന്ന് മടക്കി കൊടുക്കാറുണ്ട്. കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് വീണ്ടും ഞാനൊരു സ്ക്വയർ ഷീറ്റ് വെട്ടിയെടുക്കണം. നാലായിട്ട് മടക്കിയിട്ട് അത് മൂന്നായിട്ട് മടക്കി കൊടുക്കണം. മൂന്നായിട്ട് മടക്കി ഈ സ്ക്വയർ ഷീറ്റ് യാപ്പർ ഷീറ്റ് മൂന്നായിട്ട് മടക്കി. എന്നിട്ട് അതിന് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യാം. ചെറിയൊരു സ്ക്വയർ ഷീറ്റ് മതി. കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ ഷീറ്റിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ട് വ്യത്യാസമുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ട്രയാങ്കിളിലൊന്ന് മടക്കിയാൽ മതി. ഒരു വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് തന്നെ നേരത്തെ നമ്മൾ ബ്ലൗസിന് മടക്കിയതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഈ സൈഡ് ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മടക്കിയെടുക്കും. ഒരു പൂക്ക ഭാഗം കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യണം. രണ്ട് ഭാഗമൊന്നും ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരാളിനെ കിട്ടും. ആരാണ്? ഇനി നമുക്കതിനെ കണ്ണൊട്ടിച്ചു കൊടുക്കാം. ഇതിന് കണ്ണൊട്ടിച്ചു കൊടുക്കണം. ഗം എടുക്കണം. കുറച്ച് ഗം മതി. ഇത് നമുക്ക് രണ്ടിലായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിന് കണ്ണിനകത്ത് ഒന്ന് കറപ്പിച്ചു കൊടുക്കാം. Yeah.